ഇടുക്കിയിൽ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരിച്ചാക്കിറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂലി തർക്കത്തെ തുടർന്ന് ജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മുടങ്ങുമെന്ന് ആശങ്ക. പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുൻപിൽ KPSTA അധ്യാപകർ കാലിച്ചാക്ക് പ്രതിഷേധം നടത്തി. ഉച്ചഭക്ഷണം വേണ്ട കുരുന്നുകൾക്കായാണ് അധ്യാപകർ കാലിച്ചാക്ക് സമരവുമായി രംഗത്തെത്തിയത്. സ്കൂളുകളിൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി ഇടുക്കി ജില്ലയിൽ അവതാളത്തിലാകുകയാണ്. സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ നിന്ന് അരിച്ചാക്കിറക്കുന്നതിൽ കരാറുകാരനും തൊഴിലാളികളും തമ്മിലുള്ള കൂലി തർക്കമാണ് പ്രധാന പ്രതിസന്ധി. ജൂലൈ മാസം 1-ാം തീയതി ലഭിക്കേണ്ട സ്കൂൾ ഉച്ചഭക്ഷണത്തിലുള്ള അരി മാസാവസാനമായിട്ടും ലഭ്യമായിട്ടില്ലെന്ന് പ്രധാന അധ്യാപകർ പറയുന്നു. ജൂണിൽ സ്കൂൾ തുറന്നു, ആ സമയത്ത് അരി കിട്ടിയില്ല. അപ്പോൾ നമ്മളോട് നൽകിയ നിർദ്ദേശം കുട്ടികൾക്ക് എന്താണേലും അരി കൊടുക്കണം. കാരണം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് സൗജന്യമാണ്, അത് കൊടുക്കണം. 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കണം. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതിന് അരി തരണ്ടേ, അരി തന്നിട്ടില്ല. അതിനുശേഷം ജൂലൈ മാസമായപ്പം ജൂണിൽ ഏകദേശം ഒരു 10-ാം തീയതി കൂടി കുറച്ച് സ്കൂളുകളിൽ അരി വന്നു. അത് മുഴുവൻ വന്നിട്ടില്ല. ഉദാഹരണത്തിന് എൻ്റെ സ്കൂളിൽ യഥാർത്ഥത്തിൽ കിട്ടുന്നതിൻ്റെ പകുതി അരി മാത്രമാണ് വന്നേക്കുന്നത്. ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുമ്പിലാണ് പ്രതിഷേധവുമായി പ്രധാന അധ്യാപകർ എത്തിയത്. സർക്കാരോ ജില്ലാ ലേബർ ഓഫീസറോ വിദ്യാഭ്യാസ ഉപഡയറക്ടറോ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പൊതുവിപണിയിൽ നിന്ന് അരി വാങ്ങിയും സുമ്മനസുകളെ സമീപിച്ചുമാണ് പല സ്കൂളുകളും ഇതുവരെയും ഉച്ചഭക്ഷണം മുടങ്ങാതെ കൊണ്ടുപോയതെന്നും ഇനി ഇതിന് മാർഗമില്ലെന്നും അധ്യാപകർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.